ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ മലയാളികൾ പ്രത്യേകിച്ച് തമിഴന്മാരും, ഞാൻ എൻ്റെ പ്രചരണ കാലത്ത് അങ്ങനെ ഞാൻ തമിഴ്നാടിനും ഒരു കാവൽക്കാരനായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തമിഴന്മാർ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പോകാൻ ഒട്ടും സമയം കിട്ടുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തൃശ്ശൂർ ഞാൻ അധികം പോകുന്നില്ല, പക്ഷെ അവിടുത്തെ വിഷയങ്ങളെല്ലാം എൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ചും ഞാൻ അവിടെ ചെന്ന് അധികം നിൽക്കുന്നത് തൃശ്ശൂരിന് നന്നായിരിക്കില്ല. ഞാൻ തൃശ്ശൂരിലുണ്ടാവരുത്, പക്ഷെ തൃശ്ശൂർ അവരുടെ പ്രതീക്ഷകൾ എന്താണോ അതൊക്കെ അവിടെ സാധ്യമാകണം. അതിനുവേണ്ടി പണിയെടുക്കുന്നതിന് ഞാൻ തൃശ്ശൂർ പോയി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ കാര്യങ്ങളും ഒരു 5 വർഷത്തിനുള്ളിൽ ഇത്രയും മനസ്സിൽ കരുതിയിട്ടുള്ളൂ. വലിയ മലമറിക്കാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. 25 വർഷത്തെ ചരിത്രമെടുത്ത് 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ പ്രവർത്തനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിഷേധങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക്, പ്രജകൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പുതിയ മോഡലാവണം എന്നെ അവർ തിരഞ്ഞെടുത്തത് വഴി എന്ന് പറയുന്ന ഒരു ഉറച്ച തീരുമാനം ഇതിനകത്തിരിപ്പുണ്ട്. അത് ഉറപ്പായിട്ടും നടപ്പിലാക്കുക. വികസനം എന്ന് പറയുന്നത് കുറേ സിമെൻറ്റും കമ്പിയും അല്ലേ, മണലും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു വലിയ ഉയരത്തിലേക്കൊക്കെ കെട്ടിടങ്ങൾ വരുന്നത് അത് വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ജനങ്ങളുടെ ജീവിതം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയുമ്പോൾ. ആ സങ്കീർണതകളിൽ തന്നെ മുടക്കം തട്ടാത്ത രീതിയിൽ അവരുടെ ഗമനം, എവറിത്തിങ് ടു ബി കെപ്റ്റ് ഇൻ പെർഫെക്റ്റ് മോഷൻ, മൊബിലിറ്റി വികസനത്തിൽ വളരെ അത്യാവശ്യം വേണ്ടെന്ന്. അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലക്കാർക്കും തൃശ്ശൂരിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ചൂണ്ടൽ പ്രദേശത്തും കുന്നംകുളത്തേക്ക് ശോഭാ സിറ്റി വഴി പോകുന്ന റോഡിൻ്റെ കഥ തൃശ്ശൂരുകാരും ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയത്തില്ല, പക്ഷെ പുറം ജില്ലക്കാരാണ് മുഴുവൻ അതിൻ്റെ ഒരു സ്ട്രെസ് ഏറ്റിരിക്കുന്നത്. അവർക്കാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതിലുമൊക്കെ കാര്യമായ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ അതിൻ്റെ ന്യൂനതകളും അങ്ങനെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷത്തിനെ കുറിച്ച് ഒരുപാട് എതിരൊലി വരിക, ഇത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് നടപ്പിലാക്കിയെടുക്കുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ, I'm sorry again, because to have that coordination of thoughts, I think, please excuse me. ഒരു എലിവേറ്റഡ് റോഡ് മണ്ണുത്തിയിൽ നിന്ന് കുന്നംകുളത്തേക്ക്, അതിലൊരു എക്സിറ്റ് എൻട്രി മാത്രം തൃശ്ശൂർ സിറ്റിയിൽ എവിടുന്നെങ്കിലും, അല്ലാതെ അതിനകത്ത് എക്സിറ്റ് എൻട്രി ഉണ്ടാവില്ല. കുന്നംകുളത്ത് വന്ന ഒരു എക്സിറ്റ് എൻട്രി, അത് കഴിഞ്ഞാൽ അത് നേരെ പൊന്നാനി ഹൈവേയിലേക്ക് പോവുക. ഇങ്ങനെ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിനകത്തേക്കുള്ള, തൃശ്ശൂർ ടൗണിലേക്ക് പോകാൻ ആവശ്യമില്ലാത്തവരുടെ ഒരു ട്രാഫിക് മുഴുവൻ കട്ടായാൽ തൃശ്ശൂരിൽ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും എന്ന ഇലക്ഷൻ സമയത്ത് പറഞ്ഞപ്പോഴൊന്നും ആരും എതിര് പറഞ്ഞില്ല. ജയിച്ച് കഴിഞ്ഞ് അതിനു വേണ്ടിയുള്ള സർവേയും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും തുടങ്ങിയപ്പോഴേക്കും ആദ്യം വരുന്നത് അവിടുത്തെ കച്ചവടക്കാരാണ്. അങ്ങനെ വരുന്ന യാത്രക്കാരെ തൃശ്ശൂർ വഴിയൊന്ന് കടത്തി തന്നെ വിടണം, അവരെ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ അത് ഞങ്ങളുടെ കച്ചവടത്തെ ബാധിക്കും എന്ന് പറഞ്ഞൊരു തർക്ക വിഷയമാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഒരു വലിയ വെല്ലുവിളിയാണ്. അവരുടെ കച്ചവടം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കച്ചവടം മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നു, പക്ഷെ അതിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ള തോട്ട്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബുദ്ധിമുട്ടുകൾ. ഇതാണ്